RC എയറോപ്ലെയിൻ പ്രോപ്പറായി ഫ്ലൈ ചെയ്യുന്നില്ല. ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു മോട്ടറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ എയറോപ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ ബാലൻസ് ലഭിക്കുകയില്ല. എന്തായാലും ഓപ്പൺ ചെയ്ത് മോട്ടറാണോ പ്രോബ്ലം അതോ ബോർഡാണോ പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി റിമൂവ് ചെയ്ത് ബാറ്ററി ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ 4 സ്ക്രൂ റിമൂവ് ചെയ്താൽ ഫ്രെയിം ഇതേപോലെ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇനി ഫ്രെയിമിൽ നിന്നും ബോർഡ് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഈ ഒരു മോട്ടറാണ് വർക്ക് ചെയ്യാത്തത്. ഇതൊരു ക്ലിപ്പിംഗ് ടൈപ്പ് ആയതുകൊണ്ട് ഇതേപോലെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. ഇനി പോസിറ്റീവും നെഗറ്റീവ് വയറും ഇതേപോലെ റീസോൾഡർ ചെയ്തതിനു ശേഷം നമുക്ക് മോട്ടറാണോ ബോർഡാണോ പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു എളുപ്പമാർഗം, തൊട്ടടുത്തുള്ള വർക്ക് ചെയ്യുന്ന മോട്ടറിന്റെ 2 വയറും റിമൂവ് ചെയ്ത് ഈ ഒരു സെക്ഷനിലേക്ക് കൊടുത്തു നോക്കുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ പ്രോപ്പറായി കണക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഊരിയ മോട്ടറാണ് പ്രോബ്ലം എന്ന്. ആ ഒരു മോട്ടർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇവിടെ മോട്ടർ സെപ്പറേറ്റ് ചെക്ക് ചെയ്താലും അതേപോലെ ഈ ഒരു കണക്ഷനിലേക്ക് പ്രോപ്പറായി വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും നമുക്ക് പ്രോബ്ലം കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഇതേപോലത്തെ മോട്ടോറുകൾ മാർക്കറ്റിൽ ചെറിയ വിലക്ക് ലഭ്യമാണ്. ഇനി പുതിയ മോട്ടോർ പ്രോപ്പറായി ഇതേപോലെ ഫിറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാണോ ഫ്രെയിം ഓപ്പൺ ചെയ്ത് അതേപോലെ റീഫിറ്റ് ചെയ്തതിനു ശേഷം ബാറ്ററി കൂടി കണക്ട് ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 4 മോട്ടറും വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലൈ ചെയ്യിച്ചു നോക്കുമ്പോൾ പ്രോപ്പറായി ഫ്ലൈയും ആവുന്നുണ്ട്.